നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടൂരിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിന്റെ മറവിൽ വ്യാപക നിയമവിരുദ്ധ രൂപമാറ്റം വരുത്തിയ ജീപ്പിനെ നിസ്സാരമായ 5000 രൂപ മാത്രം പിഴ ചുമത്തി കണ്ണടച്ച മോട്ടോർ വാഹന വകുപ്പിനും സർക്കാരിന് നേരെയുണ്ടാകുന്ന ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് ജൻസികളെ. അനധികൃത രൂപമാറ്റങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ഡിവിഷൻ ബെഞ്ച് വാഹന വ്ളോഗർമാരെയും ജൻസികളെയും ഒരുപോലെ നിരാശയിലാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഇത്തരം വാഹനം മോഡിഫൈ ചെയ്യുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ള തീരുമാനമോ അനുമതിയോ ഇല്ലാതെ യാതൊരു ഇളവും നൽകാനാകില്ല. ഈ വിഷയത്തിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തെഴുതിയേക്കും. കോടതിയുടെ കടുത്ത നിലപാടോടെ ഗതാഗത വകുപ്പിനും മോട്ടോർ വാഹന വകുപ്പിനും ഇനി നിയമവ്യവസ്ഥ പൂർണ്ണമായും പാലിച്ചേ മതിയാകൂ. സന്നദ്ധ സേവനത്തിന്റെ പേരിൽ വ്ളോഗർമാരെയും ട്രെൻഡ് സെറ്റർമാരെയും വെള്ള പൂശാൻ ഇനി വകുപ്പിന് കഴിയില്ല. സർക്കാരിനെ കോടതിയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ അടിയാണ് ഈ വിമർശനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. അടൂരിലെ വാഹന പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കാട്ടി അനാസ്ഥ ചൂണ്ടിക്കാണിച്ച കോടതി ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നിരിക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് പ്രൊമോഷൻ നടത്തുന്ന നിയമലംഘകർക്ക് ഉദ്യോഗസ്ഥർ കുടപിടിക്കുകയാണെന്ന വിമർശനവും ഉയർന്നു. ഓരോ അനധികൃത രൂപമാറ്റത്തിനും വെവ്വേറെ 5000 രൂപ വീതം പിഴ ഈടാക്കണമായിരുന്നെന്നാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 5ഉം 6ഉം നിയമലംഘനങ്ങൾ വരുത്തിയ വാഹന ഉടമകളിൽ നിന്ന് അത്രയും ഇരട്ടി പിഴ ഈടാക്കണമായിരുന്നു. ഇത് ചെയ്യാതെ ചെറിയ തുക ഈടാക്കി കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരുടെ നടപടി അപക്വമാണെന്നും കോടതി നിരീക്ഷിച്ചു. 6 ലൈറ്റുകൾ, അനുവദനീയമായ അളവിലും വലിയ വീതിയേറിയ ടയറുകൾ, വീൽ സ്പേസുകൾ തുടങ്ങിയ മാരക രൂപമാറ്റങ്ങളാണ് അടൂരിലെ ജീപ്പിൽ വരുത്തിയിരിക്കുന്നത്. ഇത്തരം മോഡിഫിക്കേഷനുകൾ റോഡിലെ മറ്റു യാത്രക്കാരുടെയും കാൽനടക്കാരുടെയും കാഴ്ചയെ മറയ്ക്കുകയും ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യും. പ്രളയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലായാൽ പോലും ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. മോട്ടോർ വാഹന ചട്ടത്തിലെ റൂൾ 334 ഉപയോഗിച്ച് സർക്കാരിനെ വിവേചന അധികാരം ഉപയോഗിച്ച് ഇളവ് നൽകാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനങ്ങൾക്കായി എന്തിനാണ് ഇത്തരം അനധികൃത വാഹനങ്ങളെ ആശ്രയിക്കുന്നതെന്നും കോടതി ചോദിച്ചു. പോലീസിന്റെ പക്കൽ ഔദ്യോഗികമായി തന്നെയുള്ള സുരക്ഷിതമായ ഗൂർഖ വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അനാവശ്യമായി മോഡിഫൈ ചെയ്ത വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള തന്ത്രമായാണ് വ്ളോഗർമാർ ഇത് ഉപയോഗിക്കുന്നത്. സ്വന്തം വാഹനങ്ങൾ ഇഷ്ടാനുസരണം റീമോഡൽ ചെയ്ത് റോഡിലിറക്കുന്ന ജൻസി വിഭാഗത്തിലുള്ള യുവാക്കൾക്ക് ഈ വിധി വലിയൊരു തിരിച്ചടിയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി വാഹനങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്തി യാത്രക്കാരുടെ സുരക്ഷ അപകടത്തിലാക്കുന്ന പ്രവണതയ്ക്ക് ഇനി വലിയ വില നൽകേണ്ടി വരും. അതിതീവ്ര പ്രകാശമുള്ള LED ലൈറ്റുകൾ, റെഡ് ബ്ലൂ സ്ട്രോബ് ലൈറ്റുകൾ, മൾട്ടി കളർ ലൈറ്റുകൾ, റോഡിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയറുകൾ എന്നിവ കണ്ടെത്തിയാൽ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റിനും പോലീസിനും കോടതി നിർദ്ദേശം നൽകി. സ്വമേധയാ പരിഗണിച്ച ഹർജിയിൽ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് കേസ് സെപ്റ്റംബർ 7 മാറ്റിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയും പിഴ ഈടാക്കലിലെ പുതിയ മാനദണ്ഡങ്ങളും കൂടുതൽ കർശനമാകുമെന്നാണ് സൂചന.